തമ്പനയിൽ കണ്ടതുപോലെ തന്നെ സഹകരണ ബാങ്ക് ചിട്ടിയെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. സഹകരണ ബാങ്കിലെ ചിട്ടി സെക്ഷനിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ ചിട്ടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ട്. ചിട്ടി പിടിച്ചതിന് ശേഷം പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ചിട്ടി പിടിച്ചത് നഷ്ടത്തിലായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിട്ടി എങ്ങനെയാണ്, ചിട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് നഷ്ടത്തിൽ പിടിച്ചത്. അല്ലെങ്കിൽ ചിട്ടി ചിലപ്പോൾ അവർ അവസാനമായിരിക്കും, ചിട്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് തീരുന്നതിന് അവസാനമായിരിക്കും വന്ന് പിടിക്കുന്നത്. ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഓതറൈസേഷൻ തരുന്നുണ്ടാവില്ല. അപ്പോൾ ചിട്ടിയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, ചിട്ടി അല്ലെങ്കിൽ കുറി എന്നറിയപ്പെടുന്നത് ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ ഇപ്പോൾ ചിട്ടി അറിയപ്പെടുന്നത് MSS എന്നാണ്, മന്ത്ലി സേവിങ് സ്കീം എന്നാണ്. അപ്പോൾ നിങ്ങളൊരു സഹകരണ ബാങ്കിൽ പോകുന്ന സമയത്ത് MSS, പുതുതായി ആരംഭിക്കുന്ന MSS എന്ന് പറഞ്ഞിട്ട് ചിട്ടിയുടെ സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ചിട്ടി തന്നെയാണ്. അപ്പോൾ സഹകരണ ബാങ്കിൽ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ചിട്ടി പിടിക്കാത്തവർക്ക് വേണ്ടിയിട്ടും ചിട്ടി പിടിച്ച് നഷ്ടത്തിലായവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അടുത്ത ചിട്ടിയെങ്കിലും ലാഭമായിട്ട് പിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു. അപ്പോൾ സഹകരണ ബാങ്ക് ചിട്ടി അല്ലെങ്കിൽ കുറി അല്ലെങ്കിൽ MDS, MSS എന്നീ പേരുകളിലുള്ള എല്ലാം തന്നെ ചിട്ടി തന്നെയാണ്. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ചിട്ടി എന്നറിഞ്ഞിരിക്കണം. ചിട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു എമൗണ്ട് മുന്നിൽ കണ്ട്, അതായത് ഇപ്പോൾ 1 ലക്ഷത്തിനോ 2 ലക്ഷമോ 50,000 ഒക്കെ ആ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു നിശ്ചിത ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഒരു തവണ തുക അടച്ച് ഒരു നിശ്ചിത കാലയളവിൽ ഒരു ചിട്ടിയിൽ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യുന്നു. ആ ഒരു സ്കീമാണ് ചിട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മളത് ചിട്ടി നറുക്കായിട്ടോ അല്ലെങ്കിൽ ലേലത്തിലോ പിടിച്ച് നമ്മൾ ആ ഒരു എമൗണ്ട് നമുക്ക് സ്വന്തമാക്കുന്നു. അത് തന്നെയാണ് ചിട്ടി. അപ്പോൾ ഈ ചിട്ടിക്ക് എപ്പോഴാണ് നമ്മൾ ചിട്ടി പിടിക്കുന്നത്, ആ പിടിച്ചതിന് ശേഷം എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ എത്ര തുകയാണ് ആ ചിട്ടിയിൽ ബാലൻസ് അടയ്ക്കാനുള്ളത്, ആ എമൗണ്ടിന് നമ്മൾ എന്തെങ്കിലും ജാമ്യം കൊടുക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ചിട്ടിയുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്നാലും ചിട്ടി എങ്ങനെയാണ് ലാഭത്തിൽ പിടിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ചിട്ടിയെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിട്ടിയിൽ ചേരുന്ന സമയത്ത് നിങ്ങളൊരു 4-5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിട്ടി എങ്ങനെയാണ് ലാഭകരമായിട്ട് പിടിക്കേണ്ടതെന്നും ചിട്ടി എങ്ങനെയാണ് ഒരു നല്ല സേവിങ്സ് ആക്കി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റേണ്ടതെന്നും മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്കീമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അതായത് എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്കൊരു എമർജൻസിയാണ്, ഞാനൊരു ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ലോണിൻ്റെ പലിശയും ലോൺ അടച്ചു തീരുമ്പോൾ ആവുന്ന ഒരു വലിയൊരു എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു ചിട്ടി മതി, അങ്ങനെയാണ് ഞാൻ ചിട്ടിയിൽ ചേരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പോയി ഒരു നറുക്ക് ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. കാരണം നറുക്ക് ചിട്ടി എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു നമ്പർ, അതായത് ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രാമത്തെ മെമ്പറായിട്ടാണോ ജോയിൻ ചെയ്യുന്നത് ആ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നതും ചിട്ടിയുടെ നറുക്കിൽ അവരിടുന്നതും. ആ ഒരു നമ്പർ എപ്പോഴാണോ നറുക്കിൽ വീഴുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ചിട്ടിയുടെ എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു നറുക്ക് ചിട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ പെട്ടെന്നുള്ളൊരു ആവശ്യം ആ ഒരു നറുക്ക് ചിട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലേലച്ചിട്ടിയാണ്. അപ്പോൾ നമ്മൾ ലേലച്ചിട്ടിയിലേക്ക് പോകുക. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് നറുക്ക് വീഴും എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് നറുക്ക് ചിട്ടിയിൽ ചേരുകയും കുറേ എമൗണ്ട്, കുറേ ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ ആ ചിട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു എമൗണ്ട് കിട്ടാതെ വരുമ്പോൾ പിന്നീട് വീണ്ടും ലോണിലോട്ട് പോകും, ലോൺ എടുക്കുന്നതിൽ തന്നെ പോകും. അപ്പോൾ നമ്മൾ അത്രയും നാൾ അടച്ച ഒരു എമൗണ്ട്, ആ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഡെഡ് മണിയാവും. കാരണം ചിട്ടിയിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചിട്ടി മുടക്കം വരുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ചിട്ടിയുടെ കാലാവധി എത്ര മാസമാണോ അത് തീരുമ്പോൾ മാത്രമേ നമ്മൾ അടച്ച എമൗണ്ട് നമുക്ക് തിരികെ കിട്ടൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ ചിട്ടിയിൽ നമ്മൾ എടുത്ത് മുടക്കം വരുത്തിയിട്ടേക്കുന്ന ആ ഒരു ചിട്ടി വേറൊരാൾ വന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു നറുക്ക് ചിട്ടിയാണോ നമുക്ക് വേണ്ടത്, ലേല ചിട്ടിയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചിട്ടിയിൽ ജോയിൻ ചെയ്യുക.
രണ്ടാമതായിട്ട് ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പലർക്കും പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ്. പലരും, ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പറയാം. നമ്മളൊരു ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാണോ ഒരു ചിട്ടിക്ക് വേണ്ടി മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ശരിയായിട്ടുള്ള ഒരു സ്കീം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചിട്ടിയിൽ ജോയിൻ ചെയ്യുക. അതായത്, എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 5 ലക്ഷം രൂപയുടെ ചിട്ടി ബാങ്കിൽ ചെന്ന് തിരക്കിയപ്പോൾ അവിടെ ഉള്ളത് 5000 വെച്ച് 100 മാസത്തെ ചിട്ടിയാണ്. ആ ഒരു ചിട്ടിയിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇടയ്ക്കൊന്നും ചിലപ്പം എൻ്റെ നമ്പർ എപ്പോഴാണ് വീഴുന്നത് അപ്പോഴും മാത്രമേ ഒരു എമൗണ്ട് എനിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതല്ല ഞാൻ പറയുന്നത്. കാരണം 5 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ എനിക്ക് എൻ്റെ കയ്യിൽ മുടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കൊരു 15000 വരെ പെർ മന്ത് മുടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയണം, 5000 വെച്ച് 100 മാസത്തെ ചിട്ടി ഉണ്ടല്ലോ, അതിൽ ചെന്ന് കയറി നമ്മളത് ജോയിൻ ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ അതൊരു നറുക്ക് ചിട്ടിയാണ്. എൻ്റെ നമ്പർ വീഴുന്ന സമയത്ത് മാത്രമേ എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. എനിക്ക് എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ ആ ചിട്ടി എനിക്ക് എന്താണ് പറയുന്നത്, ആ ഒരു ചിട്ടി എനിക്ക് ഹെൽപ്ഫുൾ ആവത്തില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ ഒരു 15000 രൂപ മാസം മുടക്കാനായിട്ടുണ്ട്. പക്ഷേ ആ ബാങ്കിൽ ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 5 ലക്ഷത്തിന് ചിട്ടി ഇപ്പോൾ തുടങ്ങുന്നത് 20000 വെച്ച് 25 മാസത്തെ ചിട്ടിയാണ്. ആ ഒരു ചിട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? 15000 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ ചിട്ടിക്ക് വേണ്ടി ഒരു മാസം മുടക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 20000ൻ്റെ 25 മാസത്തെ 5 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എങ്ങനെയെങ്കിലും 1-2 മാസമൊക്കെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് 20000 രൂപ വെച്ചിട്ട് അടയ്ക്കാൻ നോക്കും. ആദ്യത്തെ 1-2 മാസമൊക്കെ ചിട്ടിക്ക് അത്യാവശ്യം നല്ല വിധപ്പലിശ കിട്ടി വരുമ്പോൾ എനിക്കത് വലിയ പ്രശ്നമില്ലാതെ പോകും. പിന്നീട് കുറച്ച് മാസം കഴിയുമ്പോൾ എനിക്കതൊരു ബാലൻസ് ഉള്ള ഒരു എമൗണ്ട് കണ്ടെത്തുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായി മാറും. ആ ചിട്ടി അവിടെ ഡ്രോപ്പ് ആവും. അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ചിട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചിട്ടി അവിടെ ഒരു ഡെഡ് മണി ആയിട്ട് കിടക്കും. ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിട്ടി വേറെ ആരെങ്കിലും വന്നിട്ട് ഏറ്റെടുക്കണം. ഒരു മുടക്ക ചിട്ടി ആരെങ്കിലും എടുത്താൽ മാത്രമേ ആ ഒരു എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ 15000 രൂപ മുടക്കാനുണ്ടെങ്കിൽ 12500 വെച്ച് 40 മാസത്തെ ചിട്ടി ആ ബാങ്കിൽ ഉണ്ടെന്നിരിക്കട്ടെ, അതൊരു ലേലച്ചിട്ടിയാണ്. 12500 വെച്ചേ ആവുന്നുള്ളൂ. അപ്പോൾ മാസം ഉറപ്പായിട്ടും ആദ്യത്തെ കുറച്ച് മാസങ്ങളെല്ലാം ഒരു 10000-11000 സംതിങ് ഒക്കെ ആയിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ചിട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എമൗണ്ട്, എനിക്ക് 15000 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എനിക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. ആ ചിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആ ചിട്ടി പിടിക്കാനും അതിൻ്റെ എമൗണ്ട് മേടിക്കാനും ഒക്കെ പറ്റും. അപ്പം ഏത് ചിട്ടിയിലാണോ ചേരുന്നത്, ആ ചിട്ടിയിൽ ചേരുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു മാസം ചിട്ടിക്ക് വേണ്ടി എത്ര രൂപ മുടക്കാൻ പറ്റും എന്നറിഞ്ഞതിന് ശേഷം മാത്രം ചിട്ടിയിൽ ജോയിൻ ചെയ്യുക. മൂന്നാമത് ഒരു കാര്യം എന്ന് പറയുന്നത്, ചിട്ടിയിൽ ചേരുന്ന പലരും ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്, ചിട്ടി പിടിക്കും. ചിട്ടിയിൽ ജോയിൻ ചെയ്ത് ചിട്ടി പിടിക്കും. അത് കഴിഞ്ഞ് ഇവർക്ക് ജാമ്യം കിട്ടാതെ ഇങ്ങനെ ജാമ്യത്തിന് വേണ്ടി നടക്കും. ആ ചിട്ടി അവിടെ ഡ്രോപ്പ് ആവും. ചിട്ടി പിടിച്ച എമൗണ്ട് അവിടെ ഡെഡ് മണി ആയിട്ട് കിടക്കും. പിന്നീടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റാതാവും. കാരണം അവർ ജാമ്യം എന്താണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ജാമ്യം ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ എമൗണ്ട് മേടിക്കാതെ ആ എമൗണ്ട് അവിടെ ഒരു ഡെഡ് മണി ആയിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും നമ്മൾ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ചിട്ടിക്ക് എന്തൊക്കെയാണ് ജാമ്യമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പല സഹകരണ ബാങ്കുകളും ജാമ്യമായിട്ട് സ്വീകരിക്കുന്നത്, വസ്തു ജാമ്യമായിട്ട് സ്വീകരിക്കാറുണ്ട്, ഗവൺമെൻറ് സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യമായിട്ട് സ്വീകരിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ജാമ്യമായിട്ട് സ്വീകരിക്കാറുണ്ട്. FD ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങളുടെയോ നിങ്ങളുടെ പരിചയക്കാർക്കോ ആ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ജാമ്യമായിട്ട് സ്വീകരിക്കാറുണ്ട്. അല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ജാമ്യമില്ല എന്നുണ്ടെങ്കിൽ ആ പിടിച്ച എമൗണ്ടിനെ തന്നെ നിങ്ങൾക്ക് അവിടെ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതും ആ ചിട്ടിയുടെ ഒരു ജാമ്യം തന്നെയാണ്. ഇനി ഈ ഒരു ജാമ്യം ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ജാമ്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പോയൊരു ചിട്ടി പിടിച്ചതിന് ശേഷം പിന്നീട് ജാമ്യത്തിന് വേണ്ടി തിരക്കി നടക്കുമ്പോൾ ഈ ഒരു ചിട്ടി അവിടെ ഡെഡ് മണി ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ പിടിച്ച എമൗണ്ടിന് നിങ്ങൾ അടുത്ത എന്നാണോ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നത്, ഇപ്പോൾ മിനിമം ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ പിടിച്ച ചിട്ടിയുടെ എമൗണ്ടിനെ നിങ്ങൾ ഡെപ്പോസിറ്റ് ആക്കി മാറ്റുക. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്നത്, ആ ജാമ്യം കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഡെപ്പോസിറ്റ് റിലീസ് ചെയ്തിട്ട് പുതിയ ജാമ്യം വെച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് ക്യാഷ് മേടിക്കാൻ പറ്റും.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റിന് നിങ്ങൾ ഒരു നിശ്ചിത ശതമാനം പലിശ നിങ്ങൾക്ക് ആ ഡെപ്പോസിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിട്ടിയുടെ കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. ചിട്ടിയിൽ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന വീതപ്പലിശ എത്രയാണെന്ന് നോക്കിയതിന് ശേഷം ആ വീതപ്പലിശ വെച്ചിട്ട് ആ ചിട്ടി എത്ര രൂപ കുറഞ്ഞാണ് പോയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഓരോ മാസത്തെയും ചിട്ടിയുടെ എമൗണ്ട് നോക്കിയതിന് ശേഷം ചിട്ടിക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഓരോ മാസവും ഈ ചിട്ടി എത്ര രൂപ കുറഞ്ഞാണ് പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കുറഞ്ഞു പോയി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴാണോ ഒരു ചിട്ടി നമ്മുടെ മനസ്സിലൊരു എമൗണ്ടിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓതറൈസേഷൻ എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് 2-3 മാസം മുന്നേ തന്നെ നമുക്ക് ഒരു ലേലത്തിൽ പങ്കെടുത്ത് 2-3 മാസത്തെ ലേലം നോക്കി ആ ചിട്ടി ലാഭകരമായി കിട്ടുന്ന സമയത്ത് ചിട്ടി പിടിക്കാനായിട്ട് സാധിക്കും. ഈ ചിട്ടിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചിട്ടിക്ക് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ എത്ര രൂപയുടെ ചിട്ടിയുടെ സ്കീമിലാണ് ചേർന്നതെന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു 25,000 വെച്ച് 40 മാസത്തെ ചിട്ടിക്കാണ് ജോയിൻ ചെയ്തത്. പക്ഷേ നിങ്ങളെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് മെസ്സേജ് വന്നത് 18,750 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ചേർന്നത് 25,000 വെച്ച് 40 മാസത്തെ ചിട്ടി, 18,750 രൂപ അവിടെ എനിക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ 25,000-ഉം 18,750-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര എമൗണ്ട് ആണോ അത്രയും എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ വീതപ്പലിശയായിട്ട് ബാങ്ക് തന്നത്. ആ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ആ വരുന്നൊരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 25,000-ഉം 18,750-ഉം തമ്മിലുള്ള വ്യത്യാസം 6,250 രൂപയാണ്. ഈ 6,250 രൂപ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള 40 പേർക്കും കിട്ടുന്നതാണ്. അപ്പോൾ നോക്കുക, 6,250 വെച്ച് 40 പേരും, അതായത് 6,250 ഇൻറ്റു 40 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2,50,000 രൂപയാണ്. എന്തായാലും ചിട്ടിക്ക് ഓരോ മാസവും ചിട്ടിക്ക് ബാങ്കിന് 5% കമ്മീഷനുണ്ട്. 5% ബാങ്കിൻ്റെ കമ്മീഷൻ, അതായത് 10 ലക്ഷത്തിൻ്റെ 5% ബാങ്കിൻ്റെ കമ്മീഷൻ 50,000 രൂപയാണ്. അതായത് ബാങ്കിൻ്റെ കമ്മീഷനായ 50,000 രൂപയും നിങ്ങൾക്ക് വീതപ്പലിശയായിട്ട് കിട്ടിയതിൻ്റെ ടോട്ടൽ എമൗണ്ട് 2,50,000 രൂപയും ചേർന്ന ഒരു എമൗണ്ടിനാണ് ഈ ചിട്ടി ഈ മാസം കുറഞ്ഞു പോയത്. അതായത് 3 ലക്ഷം രൂപ കുറഞ്ഞു പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് 18,750 അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ മാസവും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വീതപ്പലിശ എത്രയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചിട്ടി ചിലപ്പോൾ നറുക്കെന്നുള്ളത് മാറിയിട്ട് അതിൽ ലേലത്തിലായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ചിലപ്പോൾ 20,000 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപയായിരിക്കും വീതപ്പലിശ കിട്ടിയത്. അപ്പോൾ 5,000 രൂപ വെച്ച് നിങ്ങൾ 40 പേരാകുമ്പോൾ 5,000 വെച്ച് 40 പേരെ എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ടിൻ്റെ കൂടെ ബാങ്കിൻ്റെ കമ്മീഷനായ 5%, 10 ലക്ഷത്തിനാണെങ്കിൽ 50,000 രൂപയും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത്, ഇപ്പോൾ 5,000 വെച്ച് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണോ കിട്ടുന്നത് അത്രയും കുറഞ്ഞായിരിക്കും ചിട്ടി ലേലത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഓരോ മാസവും നമ്മൾ ചിട്ടിയുടെ കാൽക്കുലേഷൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും ചിട്ടിയുടെ എമൗണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്നത് വഴി ചിട്ടി ലാഭത്തിൽ എപ്പോഴാണോ നമുക്കൊരു ലാഭം വരുന്നത് ആ സമയത്ത് നമുക്ക് ചിട്ടി പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ചിട്ടിയിൽ ചേരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടും നിങ്ങൾ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചിട്ടിക്ക് ഓതറൈസേഷൻ കൊടുത്തിരിക്കണം. എനിക്കറിയാവുന്ന കാര്യം, ചിട്ടിയിൽ ചേരുന്ന പലരും ഓതറൈസേഷൻ തരാതെയാണ് പോകുന്നത്. നമ്മൾ ചിട്ടിയുടെ ഓതറൈസേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും കുഴപ്പമില്ല, വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പം വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ ചേരുന്ന ചിട്ടി ഇപ്പോൾ ആദ്യം നറുക്കിനോ ലേലത്തിനോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ആ എമൗണ്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട്, അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ചിട്ടിയുടെ എമൗണ്ട് ലാഭകരമായിട്ട് കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് ഒരു ഓതറൈസേഷൻ എമൗണ്ട് എഴുതിയിടുക എന്നുള്ളത് ചിട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ എഴുതിയിടുന്ന കസ്റ്റമർ ഇൻ കേസ് ഏതെങ്കിലും ഒരു തവണ ലേലത്തിനാർക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ,
ഇപ്പം ഈ ഒരു ചിട്ടിയിൽ ചേരുന്ന എല്ലാവരും ലേലത്തിന് വരണമെന്നില്ല, അത്യാവശ്യക്കാർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 1, 2, 3 ആൾക്കാർ ഈ വീതപ്പലിശ കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇൻ കേസ് അവരാരും ഇപ്പം ആദ്യം ഡിമാൻഡ് ഉള്ളവരെല്ലാം ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ചിട്ടി ലേലത്തിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരുടെ എണ്ണം കുറയും. പിന്നീട് ഈ 1, 2 കസ്റ്റമേഴ്സ് ആയിരിക്കും. പിന്നീട് ഈ പറഞ്ഞ കണക്ക് വീതപ്പലിശയ്ക്ക് വേണ്ടി ചിട്ടി ലേലത്തിൻ്റെ എമൗണ്ട് പിടിക്കാൻ വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ വളരെ ബുദ്ധിമാന്മാരായ കസ്റ്റമേഴ്സാണ്. കാരണം അങ്ങനെ വരുന്നവർക്ക് അറിയാം, ഇപ്പം ഒരു മാസം വരുന്നവർക്ക് അറിയാം ഈ അത്യാവശ്യക്കാരെ അവരെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഇവരിങ്ങനെ എന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അറിയാൻ പറ്റും മറ്റേ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരന് ലാഭത്തിൽ തന്നെ നോക്കിയിട്ട് പിടിക്കാൻ പറ്റും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ ചിട്ടിയെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലാണ് നിങ്ങൾ ചിട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓതറൈസേഷൻ എഴുതിയിടണം. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചിട്ടിയെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു 10 ലക്ഷത്തിൻ്റെ ചിട്ടി ഒരു 10 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യക്കാരെല്ലാവരും ആ ചിട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും. നറുക്കിൽ പോകുന്നതും അതല്ലാതെ എമർജൻസി ആയിട്ട് ലേലത്തിൽ പിടിക്കുന്നവരൊക്കെ ഒരു 10 തവണയ്ക്കുള്ളിൽ അത്യാവശ്യക്കാരൊക്കെ ആ ചിട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 8 ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ FD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയതിന് ശേഷം റിമൈനിങ് പീരീഡ് 40 മാസത്തെ ചിട്ടിക്ക് 30 മാസം കഴിഞ്ഞാൽ 10 മാസം കഴിയുമ്പോൾ പിന്നീടുള്ളത് 30 മാസമാണ്. അപ്പോൾ ആ ഒരു 10 മാസം കഴിഞ്ഞ് എനിക്കൊരു 8 ലക്ഷമോ 8,30,000 കിട്ടിക്കഴിഞ്ഞാൽ ആ റിമൈനിങ് ആയിട്ടുള്ള 30 മാസത്തേക്ക് എനിക്ക് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു സീനിയർ ആണെന്നുണ്ടെങ്കിലും അല്ല എങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത്രയും നാളത്തേക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് നോക്കുക. ആ കിട്ടുന്ന ഇൻട്രസ്റ്റും നിങ്ങൾ പിടിച്ച എമൗണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ചിട്ടിയുടെ ഒരു ലാഭമായിട്ട് വരുന്നത്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നിൽ കണ്ടാണ് ചിട്ടിയിൽ ജോയിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ചിട്ടിക്ക് വേണ്ടിയിട്ട് ഓതറൈസേഷൻ കൊടുത്തിരിക്കണം. ആദ്യത്തെ ഒരു 10 തവണ എന്ന് പറയുന്നത് എല്ലാ ചിട്ടിയുടെ ഒരു ക്രൂഷ്യൽ പീരീഡാണ്. കാരണം നറുക്കിൽ പോകുന്ന ഒരു ലേല ചിട്ടിയാണെങ്കിൽ അത് ഏകദേശം ഒരു 4-5 മാസത്തോളം നറുക്കിൽ പോകുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ആ ചിട്ടി എമർജൻസിക്ക് വേണ്ടി, അതായത് ലോൺ അഗെയിൻസ്റ്റ് ചിട്ടി ചേർന്നിട്ടുള്ളവരെല്ലാം ആ ഒരു ചിട്ടി അടുത്ത 10 തവണയ്ക്കുള്ളിൽ എന്തായാലും അത്യാവശ്യക്കാർക്ക് ആ ചിട്ടി പിടിച്ചിട്ടും ഉണ്ടായിരിക്കും. കുറേ പേർക്ക് നറുക്കായിട്ടോ എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വരണ എഗെയിൻ 30 മാസമുണ്ട്. ആ ഒരു 30 മാസം നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് 10 ലക്ഷത്തിൻ്റെ ചിട്ടി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു 8,30,000 ഓതറൈസേഷൻ എഴുതിയിട്ടു. അപ്പോൾ എനിക്ക് ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വന്ന ആൾക്ക് ആ ഒരു എമൗണ്ടിന് വേണ്ട, അതിലും കുറച്ചൊരു എമൗണ്ടിന് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ വരിക. അപ്പോൾ അങ്ങനെ എന്നിരിക്കെ എൻ്റെ ഓതറൈസേഷൻ പരിഗണിച്ച് എനിക്ക് 8,30,000 ബാങ്ക് ആ ചിട്ടി തന്നു എന്നിരിക്കട്ടെ. 8,30,000 രൂപ ഞാൻ അടുത്ത 30 മാസം ചിട്ടി തീരാനായിട്ട് 10 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 8,30,000 കിട്ടിയത്. ചിട്ടി തീരാൻ എഗെയിൻ 30 മാസമുണ്ട്. അപ്പോൾ ഈ 8,30,000 രൂപ അടുത്ത 30 മാസത്തേക്ക് ഞാൻ ഇടുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 30 മാസത്തേക്ക് എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ഞാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, 0.5% കൂടുതലാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റും ഞാൻ പിടിച്ച 8,30,000 കൂട്ടുമ്പോൾ എത്ര എമൗണ്ട് ആണോ വരുന്നത് അത് നോക്കുക. എപ്പോഴാണെങ്കിലും നിങ്ങളൊരു ചിട്ടിയിൽ ജോയിൻ ചെയ്ത് 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 49ാമത്തെ തവണ ചിട്ടി പിടിച്ചാലും നിങ്ങൾക്ക് 9,50,000 മാത്രമേ കിട്ടുള്ളൂ. കാരണം 5% ബാങ്കിന് കമ്മീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 9,50,000 49ാമത്തെ തവണ കിട്ടുന്നു. പകരം നിങ്ങളൊരു 8,30,000 രൂപ 10ാമത്തെ തവണ കിട്ടി, നിങ്ങളതൊരു 8.5% ഇൻട്രസ്റ്റിന് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആ കിട്ടുന്ന പലിശയും നിങ്ങൾ ഇട്ട 8,30,000 കൂട്ടുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 97 ലക്ഷം അല്ലെങ്കിൽ 97,05,000 രൂപ അടുപ്പിച്ച് വരെ കിട്ടും. അടുത്തത് നിങ്ങൾ ഈ 10 ലക്ഷത്തിൻ്റെ ചിട്ടി വീതപ്പലിശ എല്ലാം കഴിഞ്ഞ എമൗണ്ട് ആണല്ലോ നമ്മൾ ചിട്ടിക്ക് അടയ്ക്കുന്നത്. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 9 ലക്ഷം രൂപയെ നിങ്ങൾ ചിട്ടിക്ക് ക്യാഷായിട്ട് അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 9 ലക്ഷവും നിങ്ങൾ ക്യാഷായിട്ട് അടച്ചു, നിങ്ങൾക്ക് പലിശ ഇനത്തിലും നിങ്ങൾ പിടിച്ച എമൗണ്ട് പലിശ ഇനത്തിലും എല്ലാം കൂടി 9,75,000 കിട്ടിയെന്നിരിക്കട്ടെ. ഈ 75,000 രൂപ നിങ്ങളുടെ ലാഭമാണ്.
അപ്പോൾ ഓതറൈസേഷൻ കൊടുക്കുന്നവർ അതും കൂടി ഒന്നും കാൽക്കുലേഷൻ മനസ്സിലാക്കി വെച്ച് ഓതറൈസേഷൻ കൊടുത്താൽ അതും നിങ്ങൾക്ക് ചിട്ടി ലാഭകരമായിട്ട് പിടിക്കുന്നതിന് സഹായമാവുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സഹകരണ ബാങ്ക് ചിട്ടി എന്നല്ല KSFE ചിട്ടിയാണെങ്കിലും ചിട്ടിയിൽ ചേരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലാഭത്തിൽ തന്നെ ചിട്ടി പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ സഹകരണ ബാങ്ക് ചിട്ടിയെക്കുറിച്ച് ഞാൻ ഇട്ട ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയമുള്ളവർക്കും ഇതിന് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്